എല്ലാവർക്കും ഞങ്ങൾ മാനിച്ചേന്റെ വീട്ടിൽ പോകാൻ പോവാണ്. പോവാ നമുക്ക്. റോട്ടിൽ പൊട്ടിച്ചാ? ആര് പൊട്ടിച്ചു? അപ്പൊ നമുക്ക് നേരം വെയില് ഇപ്പൊ മാറി നിൽക്കുന്ന സമയത്ത് വെയില് വരണേക്ക് മുമ്പ് ഓടിപ്പോയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് പോവാം. അമ്മേന്റെ കൂടെ തന്നെയുണ്ടാ? ആരെ ഫ്രണ്ടില് ആര് ബാക്കില്? ബാക്കില്ല. ഓക്കെ. കൊറേ നേരമായി ഇമ്മാനിച്ചേന്റെ വീട്ടിൽ പോണം ഇമ്മാനിച്ചേന്റെ വീട്ടിൽ പോണം പറഞ്ഞോണ്ട് നിക്കണേ. എന്തിങ്ങനെ കിടക്കണേ? കളിക്കാനല്ല പോണേ സ്റ്റീവ്? അണ്ടെന്തിങ്ങനെ കിടക്കണേ? അപ്പൊ പോണ്ടേ നമുക്ക്? എന്നാ ഇവിടെ നിക്കാം. ചൂടെടുക്കണ? അതിന് വെയിലില്ലല്ലോ. വെയില് ഒന്ന് മാറി നിക്കണ സമയാ. വെയിലില്ലല്ലോ സ്റ്റീവ്. ചൂടെടുക്കാം. നമുക്ക് പോണ്ടെന്ന് വെച്ചാലോ? പോണ്ടേ? നിക്ക് കൊച്ചിനൊന്ന് തിരിച്ച് ഇരുത്തട്ടെ. സ്റ്റീവ് ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കണം കേട്ടാ. ഓക്കെ. അപ്പൊ നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം. അപ്പൊ നമുക്കിനി അവിടെ എത്തിയിട്ട് കാണാട്ടാ. ഇന്ന് മഴ പെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാ ദിവസവും ഇപ്പോൾ വൈകുന്നേര സമയങ്ങളിലാണ് മഴ പെയ്യണേ. ഈ അന്തരീക്ഷം കണ്ടിട്ട് ഇന്ന് മഴയ്ക്കൊരു ചാൻസ് ഉണ്ട്. ചേട്ടൻ എന്നിട്ട് തോന്നണ വൈകുന്നേരം അതന്നല്ലേ ഞാൻ പറഞ്ഞേ. ഇപ്പൊ പെയ്യില്ല, വൈകുന്നേരം. ഇന്നലെ മഴ പെയ്തായിരുന്നു. പിന്നെ ഇന്നലെ അവിടെ ചെന്നിട്ട് കാണാം. ചിലപ്പോൾ ഞാൻ പറയുന്നൊന്നും കേൾക്കാൻ പറ്റായിരിക്കില്ല. എല്ലാവരും ഇവിടെ ഉണ്ടാവും. ബാ. അപ്പം ഞങ്ങളിവിടെ വീട്ടിലെത്തി. അപ്പം അങ്ങനെ ഞങ്ങൾ പോവാണ്. അമ്മ ഗ്രേസിനെ സ്റ്റീവിനെ ഇവിടെ ആക്കി. പിന്നെ നേരെ എങ്ങടാ? പെട്രോൾ അടിക്കണം. പെട്രോൾ അടിക്കാൻ പോകണ്ട. ഞങ്ങള് പെട്രോൾ അടിക്കാൻ ആദ്യം പോയായിരുന്നു. ഞങ്ങൾ വരണ വഴിയില്. പക്ഷെ അവിടുത്തെ പെട്രോൾ തീർന്നു. ഇനി എക്സ്റ്റംസർ പോയി നോക്കാം. നമ്മുടെ വണ്ടിയിൽ കൊള്ളാൻ മാത്രം പെട്രോൾ അവിടെ ഇല്ല. ശരിയാ. എന്താണോ പെട്രോൾ തീർന്നേ? പെട്രോൾ വരാണ്ടാണോ? പെട്രോൾ തീർന്നു. ഓക്കെ. പിന്നെ നേരെ എക്സ്റ്റംസർ പെട്രോൾ പമ്പിലേക്ക്. അപ്പൊ പെട്രോൾ അടിച്ച് ഞങ്ങൾ എയറും കൂടി അടിക്കാണ്. എയർ അടിച്ച കുറച്ച് ദിവസം എയർ അടിച്ചായിരുന്നല്ലോ. ഞാൻ ജിമ്മിൽ പോയപ്പോ ചേട്ടനെ കൂടെ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന് എയർ കുറവാണോ? കുറവായിരുന്നു അല്ലേ? 25. എനിക്ക് ഇത്രയും ഭാരം ഉണ്ടാവും. ഭാരല്ലടി, മനസ്സിലായി. ഞാൻ വെറുതെ കോമഡി വെയിലും കൊണ്ടൊക്കെ ഇരിക്കുമ്പോളേ ഞാൻ ഉദ്ദേശിച്ച കോമഡി ആയിരുന്നു. ചേട്ടാ ട്രാജഡിയാക്കി മാറ്റി. അപ്പൊ സണ്ണിചാടന്റെ ടീച്ചർ റിട്ടയർ ആവാണ്. അംഗനവാടി ടീച്ചർ ഡെയ്സി ടീച്ചർക്ക് യാത്രയായിരിക്കും അനുമോദനം കണ്ടല്ലോ. മെയ് 10 ഞായറാഴ്ച രാവിലെ 9:30 പുളിയലക്കുന്ന് പാർക്ക് ഹാളിൽ. സണ്ണിചാടന്റെ ഫസ്റ്റത്തെ ടീച്ചറാണ് അംഗനവാടി. അംഗനവാടി ടീച്ചർ. അംഗനവാടിയിലെ ടീച്ചറേ. ഞങ്ങൾ വന്ന വഴിക്ക് മെഡിക്കൽ ഷോപ്പിൽ കയറി ന്യൂറോബയോൺ മേടിച്ചു കേട്ടോ. ഇത് നമ്മുടെ കോഴികൾക്കും താറാവിനും എല്ലാവരും ആഴ്ചയിൽ ഒരെണ്ണം വെച്ച് നമ്മൾ കൊടുക്കാറുണ്ട് കേട്ടോ. അത് വെള്ളത്തിൽ ഓരോന്ന് വെച്ച് ഓരോ കോഴിക്കല്ല, വെള്ളത്തിൽ കലക്കി ഓരോ പാത്രത്തിൽ വെള്ളത്തിൽ കലക്കി അങ്ങനെ കൊടുക്കാറുണ്ട്. കാരണം ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. എൻ്റെ മുമ്പ് ഞാൻ താറാവിനൊക്കെ കൊടുത്തി. പിന്നെ താറാവ് അല്ല കോഴിക്കും വന്നിട്ടുണ്ട് ചെറുതായിട്ട് കാലൊക്കെ തളർന്ന് നടക്കാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ ഇത് ഇടയ്ക്ക് കൊടുക്കുന്നത് എന്തായാലും വൈറ്റമിനുകളാണ്. കണ്ടോ, B1, B2, B12, B3, B6 എല്ലാവരും ഉണ്ട്. എന്തായാലും ഇത് കൊടുത്തതിന് ശേഷം അങ്ങനെ കാല് തളർച്ചയൊന്നും ഉണ്ടാവാറില്ല. എൻ്റെ പണ്ടത്തെ ഒരു 10 വർഷം മുമ്പത്തെ വീഡിയോ നോക്കിയാൽ കാണാം ഞാൻ 10-200 താറാവിനൊക്കെ വളർന്നത്.
അപ്പോൾ അന്ന് തുടങ്ങി പിന്നെ ഞാൻ വളർത്തുമ്പോൾ ഒക്കെ ഈ സാധനം കൊടുക്കാറുണ്ട്. അന്ന് എൻ്റെ ഒരു 10-14 താറാവ് അങ്ങനെ ചത്തുപോയിരുന്നു. കാല് തളർന്നു ചത്തുപോയി. എന്താണെന്നറിയാം, നമുക്കറിയില്ലായിരുന്നു. പക്ഷെ അതിന് ശേഷം നമ്മൾ പാഠങ്ങൾ ഓരോന്നായി പഠിച്ചു. ആ ഒരു പാഠമാണ് ന്യൂറോബയോ. അപ്പം അങ്ങനെ നമ്മുടെ കോഴികൾക്കൊക്കെ തീറ്റ കൊടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടാ. എന്നിട്ട് വേണം നമുക്ക് മാങ്ങ പൊട്ടിച്ച് കഴിക്കാം. ഇന്ന് മാങ്ങ പൊട്ടിച്ച് കഴിക്കാം. മാങ്ങ ഇങ്ങനെ ചെനച്ച് നിൽക്കുമ്പോൾ അതിങ്ങനെ പഴുത്ത് തുടങ്ങൂലേ ചെറുതായിട്ട്, അല്ലെങ്കിൽ നല്ല പഴുത്ത് തന്നെ മാവുമേന്ന് പൊട്ടിച്ച് കഴിക്കാൻ സൂപ്പറാണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ. സണ്ണിചാട്ടന് ഭയങ്കര ഇഷ്ടമാണ്. സണ്ണിചാട്ടന് പുളി ഉണ്ടെങ്കിൽ കഴിക്കാൻ ഇഷ്ടം. എനിക്ക് എത്ര പുളി ഉണ്ടെങ്കിൽ കഴിക്കാൻ ഇഷ്ടമില്ല. കോഴി പോ 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 കോഴി പോടാ 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 പോടാ. ഉള്ളില് അവിടെ ഇല്ല അവിടെ ഇല്ല. ഇങ്ങട് വാ, ഇങ്ങട് അങ്ങനല്ല കോഴി, ഇങ്ങട് വാ. കോഴിനെ ഉള്ളിലേക്ക് ഒന്ന് കയറട്ടെ കേട്ടാ. ഇങ്ങട് 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 ഇങ്ങട്. അത് വീണ്ടും അങ്ങോട്ട് തന്നെയാണല്ലോ പോണേ. ബോധല്ലേ കോഴിക്ക്? ഓട കോഴി അങ്ങനെ. നമ്മുടെ കോഴിക്കൊക്കെ തീറ്റ കൊടുത്ത് കഴിഞ്ഞു കേട്ടാ. നമുക്കിനി നമ്മുടെ മാങ്ങ പൊട്ടിച്ച് കഴിക്കാം. പാമ്പുണ്ടാവോ മിക്കവാറും? അത് നല്ല ഉച്ചനേരം എന്തെങ്കിലും പുല്ല് അരിഞ്ഞിട്ട് കൊടുക്കാറോ ചേട്ടാ? ഇപ്പൊ നേരമില്ലല്ലോടി. ഇപ്പൊ നേരില്ല, പക്ഷെ നല്ല പുല്ലുണ്ടേ. പിന്നെ മോളിൽ കൂടെ കയറി നടന്നോ? ഓ അതിൽ കൂടെ മറിഞ്ഞ് അപ്പുറത്തിൽ കൂടെ മറിഞ്ഞു വീഴും. ഇല്ല, അപ്പുറത്ത് ഞാൻ സൈഡിൽ കൂടെ വന്നോളാം. ബാമിടൂ, നീ എന്നെ വിശ്വസിക്ക്. നിന്നെ പാമ്പ് കടിക്കാണ്ടിരിക്കാൻ പാമ്പ് കടി ഏറ്റുവാങ്ങാൻ ഞാൻ മുന്നേക്ക് കിടക്കണ്ടല്ലോ. അതല്ല, ഇതിന്റെ മോളിൽ കൂടെ നടക്കണം, ഇപ്പുറത്ത് വീണ പാമ്പ് കടി. അതോട് മര്യാദക്ക് വഴി കൂടെ നടന്നൂടെ? വാമിടൂ, നീ അങ്ങനെ ചിന്തിക്കരുത്. പാമ്പില്ല, എന്നാലും പാമ്പില്ലാന്ന് നിനക്ക് എങ്ങനെ അറിയാം? അങ്ങനെ പാമ്പടില്ല, സൈഡിൽ കൂടെ പൊക്കോളായിരിക്കും. ഇവിടെയാണ്ട് എന്റെ സ്പ്രിംഗ്ലർ ഒടിഞ്ഞു പോയത്. ഇത് കണ്ടോ? ആ വീട് സ്പ്രിംഗ്ലർ ഒടിഞ്ഞു ഞങ്ങളുടെ. കണ്ടോ? കിടക്കണ്ടേ? ഇതാ കറക്റ്റ് കടക്കി വെച്ച് ഒടിഞ്ഞു പോയിന്ന്. ഇനി അതിന്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ ഊരുന്ന് ബ്രാഞ്ചി മുതലാളിയോട് ചോദിക്കണം. മാങ്ങ പൊട്ടിക്കാം ഫസ്റ്റ്. നല്ല വെയില് ഉണ്ട്. അപ്പൊ അടുത്ത് മാങ്ങ പൊട്ടിക്കാൻ മാങ്ങ കിട്ടണേ ദൈവമേ. ഏതിക്കൂടെ പോവാ? ഈ സൈഡ് പോ, നേരെ പോ. നമ്മുടെ തേങ്ങുമ്മ തേങ്ങ ഉണ്ടാക്കി കിടക്കണ്ട. നോക്ക്, കണ്ണ് തുറന്ന് നിനക്ക് കണ്ടുവിടുവേ. പുതിയ തേങ്ങ പാമ്പങ്ങനെ ചത്ത് കിടക്കണ്ടാവും ഇവിടെ. കൈയും കാലം കണക്കിട്ട് വാ. മരത്തിന്റെ നടക്കുന്ന ഞാനും മുന്നേക്ക് പോണം. എന്നെ ആദ്യം കടിക്കുക. അങ്ങനെയൊക്കെ കടിക്കോ? പറയാൻ പറ്റില്ല. എന്താണ് മാങ്ങ? പക്ഷെ മാങ്ങ ഇത് കണ്ടിട്ട് നിറച്ച് പുളിറുമ്പാന്നേ. ഈ മാങ്ങ ചുറ്റും കൊഴപ്പില്ലല്ലോ ചേട്ടാ. ഒരു ദിവസം പറഞ്ഞ ഓർമ്മയുണ്ടാ? മാങ്ങ പൊട്ടിച്ചപ്പോ സാറില്ലേ, ഇതല്ലേ പുളിറുമ്പല്ലേ. പക്ഷെ ഈ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇവര് കടിക്കുന്നേ. ഈ മാങ്ങ പൊട്ടിക്കുന്നത് ഏറ്റവും ദേഷ്യം അതാണ് എനിക്ക്. ഇപ്പൊ മാങ്ങ പൊട്ടിച്ച് നമുക്ക് സ്ഥലം വിട്ടാ ഇവിടുന്ന്. 2 മാങ്ങ പൊട്ടിച്ച് നമുക്ക് പോവാം. നമുക്ക് പുളിയുറുമ്പ് പഴുത്ത മാങ്ങ വേണം. ചെനച്ച മാങ്ങ, നല്ല ചെനച്ച മാങ്ങയുടെ സൂപ്പറായിരിക്കും. ചേട്ടാ ഇതൊക്കെ ഒന്ന് സൂക്ഷിക്കണം ഇവിടെ ഒക്കെ. അണലി ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഏരിയ ആണ്. കാരണം ഇതേപോലുള്ള ഈ വൈക്കോലിന്റെ ഇതിന്റെ ഒക്കെ എന്തായാലും ഇപ്പൊ ഇവിടെ നിന്ന് നോക്കലുണ്ടാവുള്ളൂ, പൊട്ടിക്കലുണ്ടാവും തോന്നല്ലേ. ഈ 2 മാങ്ങാനും പൊട്ടിച്ചാലോ? ചീഞ്ഞ മണം വരുന്ന ഇവിടെ നോക്ക്. ചീഞ്ഞ മണം ഇപ്പൊ നമുക്ക് കണ്ടുപിടിക്കാൻ നിക്കണ്ട.
നമുക്ക് മാങ്ങ പൊട്ടിക്കുക, സ്ഥലം വിടുക. കാരണം മൊത്തം ഇങ്ങനെ മഴയും ഇന്നലെ പെയ്തു. പിന്നെ ഇപ്പോഴും നമ്മൾ ഇവിടേക്ക് മാവിൻ്റെ അടുത്തേക്ക് വരണില്ലല്ലോ. എനിക്ക് പഴുത്തതാണേ. പഴുത്ത് മാങ്ങയാണെങ്കിൽ കിട്ടണേ, തരണേ. ചേട്ടൻ ഇച്ചിരി പുളി ഉണ്ടായാലും കുഴപ്പമില്ലല്ലോ. അങ്ങനെയില്ല, ചേട്ടന് ഇപ്പൊ പുളിയുള്ളതാണെങ്കിലും കുഴപ്പമില്ല. എനിക്ക് പുളിയുള്ളതാണെങ്കിൽ അത്ര ഇഷ്ടമില്ലല്ലോ. പുളിയുള്ളതാ ഞാൻ തിന്നാണ്ട് പിന്നെ ഇതിപ്പോ അത്രയും നമ്മുടെ ഫ്രണ്ടിലത്തെ പാൻറിന്റെ ഉള്ളിലൊക്കെ കയറി. ഇവിടെ നിന്നുള്ള ചേട്ടാ മണം. സൂക്ഷിച്ച് പിഴ പോണേ. ഫ്രണ്ടിലത്തെ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലത്തെ മാങ്ങ മതിയായിരുന്നു. ഫ്രണ്ടിലത്തെ മാങ്ങ നല്ല മധുരം ഉണ്ടായിരുന്നു, പഴുത്തിട്ടുണ്ടായിരുന്നു. അത് സാരില്ല, ഇപ്പൊ ക്യൂരിയോസിറ്റി വേണ്ട. പക്ഷെ കാറ്റത്ത് വരണമെന്നാണെന്ന് അറിയില്ല, നല്ല കാറ്റുണ്ടല്ലോ. ഇത് പിടിച്ചോ, അപ്പുറത്ത് കോഴി ഫാം ഉണ്ട്. അതിന്റെ ആണോന്നും നമുക്ക് അറിയില്ല. കാറ്റത്ത് വരണമെന്ന് തോന്നുന്നു. വന്ന വഴി കൂടെ തന്നെ പോവാല്ലേ. പാലം കേറി ബാലൻസ് കുറവൊന്നുമില്ല. ഞാൻ പറഞ്ഞത് വിശാലമായ പറമ്പോടെ കിടക്കുമ്പോ വെറുതെ ഇതിന്റെ മോളിക്കോടെ കയറി നടക്കണത് എന്തിനാന്നാണ് ഞാൻ ചോദിച്ചത്. രക്ഷപ്പെട്ടു. ചക്ക പറിക്കാന, ചക്ക ഒരു ദിവസം ഇടുന്നുണ്ട് ചേട്ടാ. ചക്ക എടുക്കാനിടാൻ എവിടെ വിഷു എടുത്തിട്ട് പോയാലോ. സമയം കിട്ടണില്ല. ചക്ക പറിച്ച് ഫ്രീസറിലൊക്കെ വെക്കാന്നൊക്കെ ആഗ്രഹമുണ്ട്, നേരം കിട്ടണില്ലേ. ആണോ, നിക്ക് നോക്കട്ടെ. ഞാൻ കണ്ടില്ല. ചേട്ടാ തിരിച്ചോ വരുന്നതാ പറഞ്ഞേ. ശരിയാ, പഴുത്ത ചക്ക. ഓ കറക്റ്റ്, സൂപ്പർ, അടിപൊളി, നല്ല മണം തന്നെയുണ്ട്. ഇതൊരു മാങ്ങ, 2 മാങ്ങ, നല്ല ചക്ക. ഇത് നല്ലോണം പഴുത്ത ചക്ക. അന്ന് നമ്മൾ കൊണ്ടുവന്നേക്കാളും പഴുത്ത ചക്ക. പൊട്ടിച്ചെടുക്കാൻ പറ്റും. താങ്ക് യു പ്ലാവേ. അപ്പൊ ഇതിനെന്ത് ചെയ്യണം? കൊണ്ടുപോവാ, മാങ്ങ തിന്നിട്ട് കൊണ്ടുപോവാ. പക്ഷെ എനിക്ക് ഫ്രണ്ടിൽ നിന്ന് നല്ല മാങ്ങ ഉണ്ടെങ്കിൽ ചീത്തയല്ല. പക്ഷെ ഇതിനേക്കാളും പഴുത്ത, അതല്ല, ഇതിനേക്കാളും പഴുത്ത മാങ്ങ ഉണ്ടെങ്കിലേ ഇതിനേക്കാളും പഴുത്ത മാങ്ങ ഉണ്ടെങ്കിൽ അതായിരിക്കില്ല നല്ലത്. നല്ല ചെനച്ച മാങ്ങയാണ്, പക്ഷെ ഇച്ചിരി പഴുപ്പുള്ള മാങ്ങ ഫ്രണ്ടിലത്തെ മാവമ്മേന്ന് കിട്ടിയായിരുന്നു. അതുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. വെള്ളമായിരുന്നു വേണ്ട ചേട്ടോ, മാങ്ങയല്ലായിരുന്നു വേണ്ട. ഇപ്പൊ നേരെ ചൂട്. പിന്നെ കുറേ പേര് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യുന്നുണ്ട്, ചക്ക തരുമോ എന്ന് വെച്ചിട്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ നമുക്ക് കൊണ്ടു കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യാമായിരുന്നു. ദൂരെയൊക്കെ ആണെങ്കിൽ അത് സത്യം പറഞ്ഞാൽ പോസിബിൾ അല്ല കേട്ടോ. കുറേ പേര് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ പേഴ്സണലായിട്ട് ഞാൻ ഓരോരുത്തർക്ക് റിപ്ലൈ കൊടുത്തില്ല. ഒന്നും വിചാരിക്കരുത്. ഇപ്പം ഈ ചക്ക ഇട്ടപ്പോൾ എൻ്റെ മനസ്സിൽ അതാണ് ഓർമ്മ വന്നത്. അവർ വിചാരിക്കണ്ടാവും അവർക്ക് ഒരു ചക്ക ചോദിച്ചിട്ട് തരാൻ പറ്റില്ലല്ലോ. ഇങ്ങോട്ട് പോയോ? ഭയങ്കര പണിയാണ്. നമ്മൾ കൊറിയറിന്റെ ഓഫീസിൽ കഴിഞ്ഞ വർഷം നമുക്ക് ഓർമ്മയുണ്ടോ, കഴിഞ്ഞ വർഷം നമ്മൾ ചക്ക കൊണ്ടുപോകുമ്പോൾ അവർക്ക് ഇത് വെള്ളം ഒലിക്കും, ഇത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്, അതാണ് ഇത് റിസ്കി പാക്കേജാണ്, അങ്ങനെ ഞങ്ങൾ ഗ്യാരണ്ടി തരില്ല, കൊടുക്കാത്ത ചാർജും അതും ഇതും എന്തൊക്കെയോ പറഞ്ഞ ഒരു രീതിയാണ്. അപ്പൊ അങ്ങനെ റിസ്ക് എടുക്കണേക്കാളും ബെറ്റർ വേണ്ടാത്തതാണെന്ന് തോന്നുന്നു. അത് കൊറിയർ അയക്കണേ ഞങ്ങൾ ചാലക്കുടിയിലെ മാളിലൊക്കെ പോകണം. അപ്പൊ അതിനുള്ള ടൈമും കാര്യങ്ങളൊന്നും ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് ഇല്ല. അതുകൊണ്ടാണ് വിഷമം വിചാരിക്കരുത്. നീ തിന്നോ, എനിക്ക് പഴുത്തത് എനിക്ക് അതിപ്പോ ഏതെന്ന് അറിയില്ല, 2 കണ്ടിട്ടും ഇത് നല്ല പഴുത്തില്ലല്ലോ അവിടെ ഒന്നും. ഇല്ല വീടും, നീ തിന്നു. ഇത് കടിച്ചു നോക്കണോ? രണ്ടും കണക്ക് തന്നെ. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ വെള്ള വേണ്ട. പക്ഷേ ഇത്തിരി കൂടി ജ്യൂസി ആകുന്നുണ്ടല്ലോ, ഭയങ്കരമായിട്ട് പഴുക്കരുത്, എന്നാൽ ചനച്ചതല്ല,
അത് മാങ്ങ കഴിക്കണം, സൂപ്പർ കഴിക്കണം, പല്ലിനൊക്കെ പവർ കിട്ടും. അപ്പം മാങ്ങ തീറ്റ കഴിഞ്ഞ് ചക്കയും കൊണ്ട് നമ്മൾ പോവാണ് വീട്ടിലേക്ക്. വഴിയിലൊക്കെ ചക്കയുടെ മണം, ശരിക്കും നല്ല മണം. നമുക്ക് ചെല്ലുമ്പോൾ തന്നെ മുറിക്കാം. നമ്മൾ പോയി കഴിയുമ്പോൾ ആൾക്കാർ എവിടെ നീ ചക്കമണം വന്നീ. പിന്നെ ഈ ഏരിയ മൊത്തം ചക്കയാണ്, ആരങ്ങനെ വിചാരിക്കില്ല. വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ മുറിക്കുക, കാരണം നമ്മളല്ലെങ്കിൽ കുറേ ദിവസത്തേക്ക് വെച്ചുകൊണ്ടിരുന്ന ചീത്തയാവും. അപ്പ ചെയ്താൽ അപ്പാപ്പ തീരും. അതല്ലേ എൻ്റെ ഒരു രീതി. അങ്ങനെ കോഴീനെ മേടിക്കാൻ വന്നേക്കണ്ട വറുതേണ്ട കടയിൽ. ഈ നിൽക്കണ വറുതേട്ടെ. കോഴി ആവശ്യമുള്ളൊരു വറുതേണ്ട കടയിലേക്ക് പോരെ. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി. എൻ്റെ പൊന്നോ, ഇറങ്ങിയപ്പോൾ അത്രയും ചൂടൊന്നുണ്ടായിരുന്നില്ല. തിരിച്ചെത്തിയപ്പോൾ നല്ല ചൂട്, ദാഹിച്ചിട്ടേ തൊണ്ടൊക്കെ വരളണം. വാ, കുറച്ച് വെള്ളം, കുറച്ച് കൂടുതൽ വെള്ളം കുടിക്കട്ടെ. ചക്ക എടുത്തോളല്ലേ? അത് എല്ലാം കൂടി ഒരുമിച്ചായിട്ട് അങ്ങ് പിടിക്കണ്ട. അതിന്റെ തണ്ട് എങ്ങനെ പോന്നാലോ? ആ തണ്ട് മെല്ലെ എത്ര തൂങ്ങിക്കിടന്ന്. അപ്പൊ ഞങ്ങള് വീട്ടിൽ നിന്നൊക്കെ വന്ന് പള്ളിയിലൊക്കെ പോയി. ഇന്ന് ചൊവ്വാഴ്ച ചെയ്തുകൊണ്ട് ഞങ്ങള് അന്തോണീസിനാള് പള്ളിയിൽ പോകാറുണ്ട്. അപ്പൊ അങ്ങനെ പോയി തിരിച്ച് നാളെ പള്ളിപ്പുറം തിരിച്ച് വീട്ടിൽ വന്നു. ഇനി വേറെ കറി ഒന്നും ഉണ്ടാക്കാനുള്ള ഒരു സമയമില്ലാത്തത് കൊണ്ട് ചിക്കനെ കുറച്ചെടുത്ത് വേഗം ഫ്രൈ ചെയ്തു, കുറച്ച് സെർലാസ് ഉണ്ടാക്കി, പിന്നെ നമ്മുടെ അച്ചാർ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ. അച്ചാർ ഇതാണ് ഡിന്നർ. ഇതൊക്കെ കഴിഞ്ഞ് അവർക്ക് ഫുഡ് കൊടുത്ത് ഉറക്കിയിട്ട് വേണം ചക്ക മുറിക്കാൻ. ചക്ക വേഗം മുറിക്കണം പറഞ്ഞിട്ട് ഓടി വന്നതാ. പക്ഷെ ചക്ക മുറിക്കാൻ സമയം കിട്ടില്ല. എന്തായാലും ചക്ക മുറിച്ചിട്ട് വേണം. അങ്ങനെ ചക്ക വെട്ടുന്നതിനായി സന്നിധാഗതനായിരിക്കുന്നു വലിയ കത്തിയും കൊണ്ട്. വലിയ കത്തി അത് കുഴപ്പമില്ല, ഇതുകൊണ്ട് വെട്ടിക്കും. ഇത് വെട്ടേണ്ട ആവശ്യമൊന്നുമില്ല, മുറിച്ചാൽ മതി. ഇതിന്റെ ആവശ്യമുള്ളൂ മുറിക്കാൻ കഴിക്കണം. സൂപ്പർ ചക്കകൾ പുറത്തേക്ക് ചാടും. അങ്ങനെയല്ല, അടിപൊളിയായിട്ട് ചക്ക കിട്ടും. പഴുത്തിട്ടില്ലേ? കാണുമ്പോ തന്നെ അടിപൊളി. കളറില്ല നമ്മുടെ ചക്കയ്ക്ക്. അതെന്താണോ പ്ലാവിന്റെ പ്രത്യേകത? അത് മറ്റേ ഇതുണ്ടല്ലോ, എന്നിട്ട് മറ്റേ പ്ലാവ് മറ്റേ ചക്കയൊക്കെ നല്ല കളറാ, അടിപൊളി, സൂപ്പർ. പീസ് തരോ? എടാ അതിന്ന് എടുക്ക്, തരൂ. താങ്ക് യു. സൂപ്പർ. കഴിഞ്ഞ പ്രാവശ്യം ടേസ്റ്റ് ഉണ്ടല്ലോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കഴിച്ചേക്കാളും. തരൂ. ഉറക്കം വന്നു തുടങ്ങി. രാത്രിയായിട്ടാ, പാതിരാത്രിക്കാണ് നമ്മൾ ചക്ക മുറിക്കുന്നത്. സമയം 11:10. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചക്ക മുറിച്ചത് 12 മണി. എനിക്ക് ഞാൻ എടുക്കാം. അല്ലേ കഴിഞ്ഞ പ്രാവശ്യം കളന്ന ഡ്രസ്സല്ലേ? സൂപ്പർ. അടിപൊളി. എടുക്കുമ്പോ നോക്കണ്ട, മണ്ണുണ്ടോ ഈ സൈഡിലത്തെ മണ്ണ് ഉള്ളിലുണ്ടോ? സാരില്ല ചേട്ടാ, നാച്ചുറൽ അല്ലേ, അടിപൊളി. അപ്പൊ നമുക്ക് അമ്മയ്ക്ക് ഇപ്പൊ കൊടുക്കണോ? 11 മണിക്ക് അമ്മ കൂർക്കം വെച്ച് ഉറങ്ങാം. അപ്പൊ നല്ല ഈ നേരത്ത് കൊടുക്കണ്ട, അത് രാവിലെ കൊടുക്കാം. അല്ലെങ്കിൽ അമ്മേന്റെ വയറ് ശരിയാവില്ല ചിലപ്പോ. ചേട്ടാ ഇത് മുറുക്കി എന്നാ കുറെ നേരമല്ലോ, വീഡിയോ അവസാനിപ്പിച്ചിട്ട് മുറുക്കി. അപ്പൊ എന്തായാലും ബാക്കി വിശേഷം അടുത്ത വീഡിയോ കാണാം. ചക്ക തിന്നട്ടെ, കുറച്ച് ചക്ക തിന്ന് കിടന്ന് ഉറങ്ങണം. അപ്പൊ ബൈ ബൈ. അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം. പിന്നെ നമ്മൾ 2 വീഡിയോ എന്നുള്ള കാര്യം പറയൂ. അത് പറയണ്ട, പറഞ്ഞാൽ പൗഡൂടി നിൽക്കും. ആണോ? ഓക്കെ. എന്നാലും 2 വീഡിയോ പറയാ, എന്നാലും അത് പറഞ്ഞേക്കാം. നമ്മൾ 2 വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്, രാവിലെ വൈകുന്നേരവും. അപ്പോൾ രാവിലെ
സമയമൊന്നും പറയണ്ട, നമുക്ക് തന്നെ ഒരു ഇതായിട്ടില്ല, അതുകൊണ്ടാണ്. ഇട്ടുകൊണ്ടിരിക്കുന്നത് രാവിലെ ഇപ്പൊ രാവിലത്തെ 10:30ക്കും 10 മണിക്കും വൈകുന്നേരം 8:30ക്കും നമ്മൾ വീഡിയോ ഇടുന്നുണ്ട്. 2 വീഡിയോ വെച്ചിട്ടാണ് ഫേസ്ബുക്കിലല്ല, ഫേസ്ബുക്കിൽ ക്ലിപ്പുകളായിരിക്കും വരാം, ഫേസ്ബുക്കിൽ ഷോർട്ട് വീഡിയോസ് ആയിരിക്കും. അപ്പോൾ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഞങ്ങളൊക്കെ ഓർക്കാണെങ്കിൽ 2 വീഡിയോസൊക്കെ കണ്ടോളൂ. നോട്ടിഫിക്കേഷൻ എത്ര പേർക്ക് കിട്ടുന്നുണ്ടോയെന്നൊന്നും അറിയില്ല. അതിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, നിങ്ങളുടെ വീഡിയോ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. ബൈ ബൈ. ഗുഡ് നൈറ്റ്.